ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും DNA ഫലം പൂർണ്ണമായി പുറത്തുവരുന്നതോടെ കാണാതായവരുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കുമെന്ന് IGK സേതുരാമൻ. ചാലിയാറിന്റെ തീരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നടത്തിയ തെരച്ചിലിൽ കണ്ടെടുത്തതിലേറെയും മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളായിരുന്നു. കാണാതായ ഒഡീഷ സ്വദേശി ഡോക്ടർ സ്വാതിൻ പാണ്ഡെയുടെ വിശദാംശങ്ങളും DNA ഫലം പുറത്തുവരുന്നതോടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും IG ന്യൂസ് 18നോട് പറഞ്ഞു. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ 118 പേർക്ക് വേണ്ടി പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ടാണ് രണ്ടാഴ്ചയ്ക്കിപ്പുറവും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ ഇരു കരകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ ദുഷ്കരമായ ശ്രമങ്ങൾക്കിടയിൽ ഈ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന IG സേതുരാമൻ നമ്മളോടൊപ്പം ചേരുന്നു. സർ, വലിയൊരു സാഹസികമായ ദൌത്യമാണ് ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ഇനി എത്ര ദിവസം ഇങ്ങനെ ഈ തെരച്ചിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് കരുതപ്പെടുന്നത്? അത് നിങ്ങൾ തന്നെ പറയുന്നത് 118 കിട്ടാമെന്ന്. മിസ്സിംഗ് കേസസ് 116. അപ്പോൾ 116 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 52 നമ്മൾ അൺഐഡന്റിഫൈഡ് ബോഡീസ് ഉണ്ട്. അതിന്റെ ജനറ്റിക് പ്രൊഫൈൽ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറയുന്നത് പിന്നെയും കുറയും. അതായത് ഇതിനോടകം സംസ്കരിച്ച അജ്ഞാത മൃതദേഹങ്ങളിൽ ചിലത് ഈ കാണാതായവരുടേതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല, അങ്ങനെയല്ലേ? അല്ല, അതായത് അൺഐഡന്റിഫൈഡ് ഡെഡ് ബോഡീസ് ഉണ്ട്. തിരിച്ചറിയാൻ സാധിക്കാത്ത ബോഡികൾ, മൃതശരീരങ്ങളുണ്ട്. ആ ബോഡികളിൽ നമ്മൾ DNA പ്രൊഫൈൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പറയുന്ന 52 ബോഡികളിലും പറയുന്ന മിസ്സിംഗ് ആയിട്ടുള്ള 116 ഉൾപ്പെടുന്നു. തീർച്ചയായും. അതുകൂടാതെ നിങ്ങൾ പറയുന്ന 201 ബോഡി പാർട്സ് ഉണ്ട്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ ഈ 60 ബാക്കിയുള്ള ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കാനായിട്ടാണ് DNA പ്രൊഫൈൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് റിസൾട്ട് വന്ന മുറയ്ക്ക് നമുക്ക് കറക്റ്റായിട്ട് എത്ര പേര് ഇനി കാണാതെ പറയാൻ പറ്റും. ഇതിനടുത്ത് നോക്കിയാലും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബീഹാർ സ്വദേശികളായ 3 പേരും അതോടൊപ്പം ഡോക്ടർ സ്വാതിൻ പാണ്ഡെ ഒഡീഷയിൽ നിന്നുള്ള അവരെ സംബന്ധിച്ച് ഏതെങ്കിലും സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? അവരുടെ അവരുടെ കമ്പാരിസൺ, അവരുടെ സാമ്പിൾസ് എടുത്തിട്ട് അവരുടെ ക്ലോസ് ബ്ലഡ് റിലേറ്റീവ്സിന് എടുത്തിട്ട് വേണം നമ്മൾ പരിശോധിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു അത് ഇതുവരെ കിട്ടാനുണ്ട്. 3 പേർ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ സാമ്പിൾസാണ്. സാമ്പിൾസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് ഇങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ഈ തെരച്ചിൽ ഇനി അങ്ങോട്ട് തുടരും? തെരച്ചിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇന്നലെ രാവിലെ കിട്ടിയത് അനിമലിന്റെ ആയിരുന്നു, ഇന്നലെ കിട്ടിയത് അനിമലായിരുന്നു, പിന്നെ കാട്ടിൽ നിന്ന് കിട്ടിയത് അനിമൽസിന്റെ ആയിരുന്നു. അപ്പോൾ മിക്കത് എനിക്ക് തോന്നുന്നത് പൂർത്തിയായിട്ടുണ്ടെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതായത് ആളുകളെ ഓൾമോസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ 2-3 ദിവസമായി കിട്ടുന്ന ബോഡികളൊക്കെ മൃഗങ്ങളുടെ ബോഡി പാർട്സാണ് കിട്ടുന്നത്. കാരണം അത് നമ്മൾ പരമാവധി സെലക്ഷൻ എടുക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഇടത്തുള്ള ഇരയായ ആൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനായിട്ടും നാട്ടുകാരുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദൂരീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ തെരച്ചിൽ മുന്നോട്ട് പോകും. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഇതിന്റെ ഈ കാലാവസ്ഥ അനുസരിച്ചായിരിക്കും ഇതിന്റെ ഭൂമി ശാസ്ത്രമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഈ വെള്ളം ഒഴിഞ്ഞു പോയി വെള്ളം ഡ്രെയിനേജ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും പൊങ്ങാൻ സാധ്യത ഉണ്ട്. കാരണം ഒരുപാട് പാർട്സുകളാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഏതായാലും നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ നന്ദി താങ്കളുടെ പ്രതികരണം.